ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്നോ ചാനൽ. ഈ വീഡിയോയിൽ HDMI എന്ന ടെക്നോളജിയെക്കുറിച്ചും അതിൻ്റെ ബെനഫിറ്റ്സ്, കണക്ടിവിറ്റി എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചും വളരെ ബേസിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. HDMI എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്കും അറിഞ്ഞു തുടങ്ങുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. HDMI എന്നത് ഒരു ഷോർട്ട് നെയിമാണ്. അതിൻ്റെ പൂർണ്ണരൂപം ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്നാണ്. HDMIയിലെ HD സൂചിപ്പിക്കുന്ന പോലെ ഹൈ ഡെഫിനിഷൻ മീഡിയാസ് ലൈക്ക് വീഡിയോ, ഓഡിയോ എക്സെട്ര ക്യാരി ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനോ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് HDMI. അപ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു സംശയം, HDMI എന്തിന്, എവിടെ, എങ്ങനെ യൂസ് ചെയ്യാം എന്നായിരിക്കും. ഇന്ന് കണ്ടുവരുന്ന ഒട്ടുമിക്ക എല്ലാ മൾട്ടിമീഡിയ ഡിവൈസുകളിലും പ്രധാനപ്പെട്ട കണക്ടിവിറ്റി ഓപ്ഷൻ HDMI ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LED TVs, മോണിറ്റേഴ്സ്, പ്രൊജക്ടേഴ്സ്, ബ്ലൂറേ പ്ലെയർ, DVD പ്ലെയേഴ്സ്, കമ്പ്യൂട്ടേഴ്സ്, സ്ട്രീമിംഗ് ഡിവൈസസ് മുതലായവ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ വീഡിയോ, ഓഡിയോ കണക്ടിവിറ്റിക്കായി നമ്മൾ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് RCA കേബിൾസ് അഥവാ കണക്ഷൻസ് ആണ്. RCA എന്താണെന്ന് അറിയാത്തവർക്കായി അതെന്താണെന്ന് സ്ക്രീനിൽ കൊടുക്കാം. RCA മാത്രമല്ല, വീഡിയോസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് വേറെയും ചില കണക്ടിവിറ്റി ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് DVI, S-വീഡിയോ, കോമ്പോസിറ്റ് വീഡിയോ, കോമ്പണൻറ്റ് വീഡിയോ എക്സെട്ര. പക്ഷേ എല്ലാവർക്കും സുപരിചിതമായതും വളരെ കോമൺ ആയിട്ടുള്ളതും RCA കണക്ടിവിറ്റിയാണ്. RCA ഹാൻഡിൽ ചെയ്യുന്നത് അനലോഗ് സിഗ്നൽസ് ആണ് മെയിൻലി. വീഡിയോ, ഓഡിയോ ക്ലാരിറ്റി അതുകൊണ്ട് കുറവായിരിക്കും. മാത്രമല്ല കൂടുതൽ കേബിൾസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. ഫോർ എക്സാമ്പിൾ, വീഡിയോയ്ക്ക് ഒരു യെല്ലോ കളറുള്ള RCA കേബിൾ, ഓഡിയോ ലെഫ്റ്റ് ആൻഡ് റൈറ്റിന് റെഡ് ആൻഡ് വൈറ്റ് കളേർഡ് കേബിൾസ് ആയിരിക്കും. പിന്നെ 5.1 സ്പീക്കേഴ്സ് കണക്ഷൻസും കണക്ടിവിറ്റിയൊക്കെ ചെയ്യുമ്പോൾ ഓരോ ചാനലിലും ഓരോരോ കേബിൾസ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബെഞ്ച് ഓഫ് കേബിൾസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. അവിടെയാണ് HDMIയുടെ പ്രസക്തി. HDMIയിലേക്ക് വരുമ്പോൾ ഒരൊറ്റ കേബിളിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് വീഡിയോ, ഓഡിയോ കണക്ടിവിറ്റി, ഒരു കണക്ഷൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. HDMIയുടെ ഒരു പ്രധാന സവിശേഷത ഇറ്റ്സ് കാപ്പബിലിറ്റി ഓഫ് ക്യാരിയിങ് അൺകംപ്രസ്ഡ് ഹൈ ഡെഫിനിഷൻ സിഗ്നൽസ് ആണ്. എന്നുവെച്ചാൽ HDMI ത്രൂ നമുക്ക് ലഭിക്കുന്നത് കംപ്രസ് ചെയ്യാത്ത ഹൈ ഡെഫിനിഷൻസിലുള്ള സിഗ്നൽസ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. HDMI ക്യാരി ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. HDMIക്ക് ഫുൾ HD വിച്ച് മീൻസ് 1080p, അതേപോലെ 2K 4K റെസൊല്യൂഷനിലുള്ള വീഡിയോസ്, ഓൾസോ ഓഡിയോ ആണെങ്കിൽ 2 ചാനൽ, 6 ചാനൽ, 8 ചാനൽ, 9 ചാനൽ വരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ ഈതർനെറ്റ് കണക്ടിവിറ്റി ആൾസോ പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് മുതലായവ ട്രാൻസ്മിറ്റ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ കണക്ടിവിറ്റിയും വളരെ സിമ്പിളാണ്. പ്ലഗ് ആൻഡ് പ്ലേ മോഡലിലാണ് ഇതിൻ്റെ കണക്ടിവിറ്റി. ഒരൊറ്റ കേബിളിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. കാരണം അതിനുള്ള ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. 6 ചാനലും 8 ചാനലും 9 ചാനലും വരെ സിഗ്നൽസ് അതിന് ക്യാരി ചെയ്യാൻ പറ്റും. DTS, ഡോൾബി തുടങ്ങിയ സിഗ്നൽസ് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സവിശേഷതയാണ് അതിൻ്റെ. നമ്മുടെ കയ്യിലുള്ള HDMI ഡിവൈസസ് നമ്മുടെ TV-യുമായി എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഞാൻ നിങ്ങൾക്കായി കാണിക്കാം. അത് പ്രത്യേകിച്ച് കാണിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല, കാരണം അത് വളരെ വളരെ സിമ്പിളാണ്. എൻ്റെ മുൻ വീഡിയോസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ, HDMI കണക്ടിവിറ്റിയുടെ പ്രാക്ടിക്കൽ വീഡിയോസ് കാണാവുന്നതാണ്. അതേപോലെ ഇനി വരുന്ന വീഡിയോസിലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്കായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.